അതായത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഒരു എൻഡ് ഗോൾ എന്താണ്, അതായത് നിങ്ങൾ ഏത് രാജ്യത്ത് പോയിട്ടാണ് ഈ മെഡിസിൻ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റാണ് പിന്നെ ആളുകൾ എന്ത് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരാൾക്ക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള നിയമങ്ങൾ എന്തെല്ലാമാണ് ഇത് നിശ്ചയിക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട റൂളിങ്സ് കൊണ്ടുവരുന്നത് 2021 നവംബറിലാണ്. ഈ 2021 നവംബറിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ പുറത്ത് പോയി മെഡിസിൻ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നിങ്ങൾ പോകുന്ന കോഴ്സ് 54 മാസം ഡ്യൂറേഷൻ ഉള്ളതായിരിക്കണം. എന്തുകൊണ്ട് 54 മാസം? ഇന്ത്യയിലെ മെഡിക്കൽ കോഴ്സ് നമുക്കറിയാം 4.5 വർഷമാണ്. അതായത് 54 മാസമാണ് ഇന്ത്യയിലെ മെഡിക്കൽ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പാണ്. അപ്പോൾ 54 മാസം കോഴ്സ് ദൈർഘ്യം വേണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈ കോഴ്സ് ഇംഗ്ലീഷിലായിരിക്കണം, റൈറ്റ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് നിങ്ങൾ അവിടെ നിന്ന് അതിന് ശേഷം നിങ്ങൾ എവിടെയാണോ പഠിച്ചത് അതേ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണം. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് മെഡിസിൻ പ്രാക്ടീസ് അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കുള്ള ക്ലിനിക്കൽ പോസ്റ്റിംഗ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്നുള്ളത് നിങ്ങൾ ഏത് രാജ്യത്താണോ നിങ്ങൾ MBBS പഠിക്കുന്നത്, ഇതാണ് ഇതിലെ കുറച്ച് ട്രിക്കിയർ ആയിട്ടുള്ള ഭാഗം. നിങ്ങൾ ഏത് ഭാഗത്താണോ MBBS പഠിക്കുന്നത്, അത് കൃത്യമായിട്ട് ഞാനൊന്ന് വായിച്ചു തരാം. രജിസ്റ്റേർഡ് വിത്ത് ദ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് കോമ്പീറ്റന്റ് ടു ഗ്രാൻഡ് ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ in their respective jurisdiction of the country in which the medical degree is awarded and at par with the license to practice medicine given to citizen of that country. കുറച്ച് കോംപ്ലക്സ് ആണ്. അതായത് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നത് അവിടെയുള്ള ഒരു പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഉണ്ടാവില്ല. ഡോക്ടർമാരെ ലൈസൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഒരു ബോഡി. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ കമ്മീഷൻ, സ്റ്റേറ്റ് മെഡിക്കൽ കമ്മീഷൻസ് ഉണ്ട്. അവരുടെ രജിസ്ട്രേഷൻ ഉള്ള ആളുകൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബോഡിയിൽ എന്ത് വേണം? നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് ലഭിക്കണം. എന്ന് മാത്രമല്ല അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, അവിടെ അറ്റ് പാർ വിത്ത് ദ ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഗിവൺ ടു ദ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി. ആ രാജ്യത്ത് ഒരാൾ പഠിക്കുകയാണ് മെഡിസിൻ എന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് കിട്ടാൻ എന്താണോ വേണ്ടത് അതേ ക്രൈറ്റീരിയ ഇവിടുന്ന് അവിടെ പോയി പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്.